ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിഞ്ഞാൽ എന്തായിരിക്കും ഈ ഒരു വ്യക്തിയുടെ പ്രതികരണം, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഓവറോൾ ആയിട്ട് ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് എടുക്കാം. കാരണം ചിലവർ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാവാം, കൂടെ ഉണ്ടായിട്ടും വലിയൊരു പരിഗണന ഇല്ലാതെ പോകുന്ന വ്യക്തികളുണ്ടാവാം. അപ്പോൾ ഏത് സാഹചര്യമാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഔട്ട്സൈഡർ, പൊളിറ്റിക്സ്, തണ്ടർബോൾട്ട്, നത്തിങ്നെസ്, കമ്പാരിസൺ. ഒരു കാർഡ് കൂടി എടുക്കാം. ബ്രേക്ക് ത്രൂ. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഔട്ട്സൈഡർ എനർജിയാണ്. അതായത് ചിലപ്പോൾ കുറേ നാളുകളായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും ഈ ഒരു സെപ്പറേഷൻ ഫേസ് അനുഭവിക്കുന്നുണ്ടാവും. ഈ സെപ്പറേഷൻ ഫേസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പേഴ്സണുമായിട്ട് നമ്മൾ എല്ലാ രീതിയിലും നോ കോണ്ടാക്റ്റിലേക്കായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരുമിച്ചുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പഴയ ഇൻറ്റിമസി ഇല്ലാതെ, അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ മറയ്ക്കുന്നു, നമ്മളോട് പഴയ താല്പര്യമില്ല. അതുകൊണ്ട് അതായത് മനസ്സുകൾ തമ്മിൽ ചിലൊരു അകൽച്ച ഉണ്ടാവുക. എത്ര ഒരു ലോങ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും മനസ്സുകൾ തമ്മിൽ ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതൊരു സെപ്പറേഷൻ അല്ല. ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവാം, പക്ഷേ മാനസികമായിട്ട് അവർ ഒന്നാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ പേഴ്സൺ ഇട്ടിട്ടുണ്ടാവാം. ഈ പറഞ്ഞ ഒരു അകൽച്ച നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് നമ്മൾ ചെയ്ത പല റീഡിങ്സിനകത്തും ഒരു ചീറ്റിംഗ് എനർജി കുറച്ച് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനകത്തും ഈ പറഞ്ഞ ഒരു ചീറ്റിംഗ് എനർജി കുറച്ചൊരു ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫേക്ക് ഫേസ് ഇട്ട് നിന്നായിട്ട് കാണാം. ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും അതിനെ തുടർന്നുള്ള ഒരു സഡൻ ഡിസ്ട്രക്ഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ഒരു പൊട്ടലും ചീറ്റലായിട്ടൊക്കെ പോകും, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമാണ് ആ ഒരു വ്യക്തി പോലും ഓർക്കാതെ അതിനകത്ത് ഒരു വലിയൊരു എന്താ പറയുന്ന നിലംപരിശാവുന്ന സംഗതികൾ നടക്കുന്നത്. ചിലപ്പോൾ ആ ഒരു പേഴ്സണോടുള്ള വിശ്വാസം തന്നെയായിരിക്കാം ഉടഞ്ഞു പോകുന്നത്. അപ്പോൾ എന്തോരം നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ടാവും. പക്ഷെ അതെല്ലാം പെട്ടെന്ന് വീണുടയുന്ന പോലെയുള്ള അവസ്ഥകൾ ചിലരെ സംബന്ധിച്ച് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയി പോകുന്ന അവസ്ഥ, ഒരു സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അകന്നു പോവുക, കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ട് പേഴ്സൺ വാനിഷ് ആയി പോകുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. എന്താണെന്നുണ്ടെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു തകർച്ച അനുഭവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആകെ ബ്ലാങ്ക് ആയി പോയൊരു അവസ്ഥ, ഫുള്ളൊരു ഡാർക്ക്നെസ്, ഇരുട്ട് വീണ ഒരു അവസ്ഥയിലേക്ക് വരെ പോയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി തകർന്നു പോയിട്ടുണ്ടാവും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊരു മാറ്റം നല്ല രീതിയിൽ സംഭവിച്ചതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് മുൻപ് നമുക്കൊരു കമ്പാരിസൺ എനർജിയും കയറി വന്നിട്ടുണ്ട്. അതായത് ഒന്നും ഇല്ലാത്തവിടത്തുനിന്ന് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുക. ഇനി എന്താണെന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്നൊരു ചേഞ്ച്, പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായി വരുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോയതും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തകർച്ച ഉണ്ടായതും പെട്ടെന്നാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അതുപോലെ തന്നെ ഒരു ചേഞ്ച് ഇതിനകത്ത്
ചിലർക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജിയാണ്, കറണ്ട് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ബന്ധം തകർത്തെറിഞ്ഞ് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. അതായത് ഇവിടെ നമുക്ക് ആ ഒരു കമ്പാരിസൺ എനർജി വന്നതുപോലെ ചില എക്സ്പീരിയൻസസ് നമുക്ക് യൂണിവേഴ്സായിട്ട് തന്നെ നമ്മുടെ ലൈഫിൽ തരും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് നഷ്ടപ്പെടുത്തിയത്, അത് എത്ര മൂല്യമുള്ളതായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ചില എക്സ്പീരിയൻസസ് നമ്മുടെ ലൈഫിൽ വരണം. അതിലൂടെ മാത്രമേ തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ചേഞ്ച് ആയിരിക്കാം ഇതിനകത്ത് ഉണ്ടാകുന്നത്. മാത്രമല്ല, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ടാവാം. നമ്മളിവിടെ കാണുന്നത് പോലെ അത്രയധികം ഒരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ, ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്, ആ ഒരു നക്ഷലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ ഒറ്റവാചകത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഒരു വിഷമവും ഒറ്റപ്പെടുത്തലും ഒക്കെ തന്ന് പോയിട്ടുള്ള വ്യക്തികൾ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരാനായിട്ട് ഒരുങ്ങുന്നു, അല്ലെങ്കിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, ഈ ഒരു പേഴ്സണോട് നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ എന്നുള്ളത്. ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് കപ്സ്, 4 of cups, death and rebirth, the sun, hanged man, page of swords, queen of swords, 6 of cups, 8 of cups, 2 of swords, 9 of wands, മൂൺ. ഒരു കാർഡ് കൂടി എടുക്കാം, 2 of cups. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക് എടുത്തതിന് തന്നെയുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും കമൻസിലൂടെ പലരും ചോദിക്കുന്നുണ്ട്, നമ്മളുടെ അടുത്ത് റീഡിങ്ങിന് വരുന്നവർ ചില വ്യക്തികൾ പറയാറുണ്ട്, റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സംഗതി വേണ്ട, അല്ലെങ്കിൽ അതുമായിട്ട് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ ഒരു ഡിറ്റർമിൻഡ് മൈൻഡ് നമുക്കുണ്ടെങ്കിലേ പിന്നെ എന്തും ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്കാണ് അറിയുന്നത് ആ ഒരു പേഴ്സൺ നമ്മളോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടും, സ്ട്രഗിൾ അനുഭവിക്കും, മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കും, അവരെത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നുള്ളത് ആ ഒരു ഡെപ്ത് അവനവൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവനവനായിരിക്കും അറിയാം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ അത് ഒന്ന് മനസ്സിലാക്കണം. ആ ഒരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി എൻ്റെ ലൈഫിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഇപ്പോൾ ചില റിലേഷൻഷിപ്പൊക്കെ ഹൈലി ടോക്സിക് ആയിട്ടുള്ളതുണ്ട്. അതായത് ചിലപ്പോൾ ഇതിനകത്തുള്ളവർ തന്നെ ഒരുപാട് അനുഭവിച്ച് കാണും. ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. പക്ഷേ ചിലർ ഫിസിക്കലി വരെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് ആയിട്ടുള്ളതാണോ? അപ്പോൾ ചില കേസസിലാണെന്നുണ്ടെങ്കിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടുള്ള പരിഭവം, പിണക്കം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമുള്ള അകൽച്ചകൾ, അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഓവർകം ചെയ്ത് ആ ഒരു സിറ്റുവേഷനൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചില വ്യക്തികളുടെ ഒരു ഹാബിറ്റ് അത് നമുക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ റിലേഷൻഷിപ്പ് എത്തരത്തിലുള്ളതാണ്, അതുമായിട്ട് തുടർന്ന് പോകാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണം, അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അതിനുള്ളൊരു കറേജ് ആദ്യമേ നമ്മൾ സംഭരിക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മൾ തീരുമാനത്തിലേക്ക് പോകേണ്ടത്. അപ്പം അത് അവനവൻ തന്നെ എടുക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. ഇത് പലരും കമൻസിലൂടെയൊക്കെ ചോദിക്കുന്നവർക്കും കൂടിയുള്ള മറുപടിയാണ്. അപ്പം അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്
സ്വിച്ച് ഇട്ട പോലെ മാറാൻ കഴിയണമെന്നില്ല. പലരെ കൊണ്ടും അത് സാധിക്കില്ല. വളരെ ഗ്രാജ്വലി ആയിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ ആദ്യമേ നമ്മളുടെ മനസ്സിനെയാണ് പാകപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതലും അവരുടെ ചിന്തകൾ, കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പർപ്പസ്ഫുള്ളി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ചിന്തകൾ തന്നെ കയറി വരികയും ചെയ്യും. അതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിഷ്ടമുള്ള വേറെ പല കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവുക. നമ്മൾ മാക്സിമം വെറുതെ ഇരുന്ന സമയം കളയാതെ, അതായത് നമ്മൾ ഈ ഒരു ഡേ ഡ്രീമിംഗ് ഒക്കെ ചെയ്ത സമയം കളയാതെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ മുഴുകുക. അപ്പം അതായത് നമ്മൾ പതിയെ 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 ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ഗ്രാജ്വലി ആയിരിക്കും നമുക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നത്. ചിലരുണ്ട് യൂണിവേഴ്സിനെ ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ആ ഒരു സ്റ്റേറ്റിൽ വരുന്നവർക്ക് കുറച്ചും കൂടി ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. കാരണം അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. അവരവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. യൂണിവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്തി തരട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാം. യൂണിവേഴ്സിൻ്റെ കയ്യിലാണ് തീരുമാനം. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്ന് ഇവരോർത്ത് ദുഃഖിച്ചിരിക്കുക എന്നല്ല. അവർ ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ വേറൊരാളെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഈ ഒരു പേഴ്സണെ തന്നെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ അത് സമയമെടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സായിട്ട് ഡിസൈഡ് ചെയ്യട്ടെ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ പോകുന്നവരായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ കൈകളിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഒരുപാട് നാളുകളായിട്ട് വർഷങ്ങളായിട്ടൊക്കെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ റീഡിംഗ് കൊണ്ടൊക്കെ ഉപകാരം ഉണ്ടാകുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരുമോ, ആ ഒരു കംബാക്ക് ഉണ്ടാകുമോ, ഉണ്ടായാലേ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ, അല്ലെങ്കിൽ നിർത്തി നമ്മളുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ ലൈഫുമായിട്ട് പോകണോ, എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തന്നെ ഒരു ക്ലിയർ വിഷൻ വേണം, നമ്മളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും അവസാനിപ്പിക്കാനാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇനി നമ്മൾ സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഫസ്റ്റ് തന്നെ ഹൈ പ്രീസ്റ്റസ്, അതുപോലെ പേജ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ് എനർജീസ് ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്ന് പിടികിട്ടണമെന്നില്ല. കംപ്ലീറ്റ്ലി ഹൈഡിങ് ആയിരിക്കും. അവരുടെ ഒരു ഫീലിങ്സ് കംപ്ലീറ്റ്ലി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടാവില്ല. എന്താണ് ഈ ഒരു പേഴ്സൺ, അവർക്കിപ്പോൾ സങ്കടമാണോ സന്തോഷമാണോ, എന്താണ് അവരിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഫീലിംഗ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് പിടികിട്ടണം എന്നുണ്ടാവില്ല. കാരണം അവരൊരു നമ്മൾ പറയില്ലേ, ഒരു മിസ്റ്ററി അല്ലെങ്കിൽ ഒരു ഹൈഡിങ് എനർജിയിലായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യും ഈ ഒരു വ്യക്തിക്ക്. ഇപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇല്ല പോവരുത് എന്ന് പറഞ്ഞ് തടയും എന്നല്ല. പക്ഷേ ഗ്രാജ്വലി ആണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവർ ഏത് കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാതെ ഒരു ലോസ് ഫീലിംഗ് അവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിനെ പാകപ്പെടുത്താനൊക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പെരുമാറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്തടത്തു നിന്ന് പെട്ടെന്നുള്ള ഒരു തിരിച്ചുവരവൊക്കെ കിട്ടിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ചുകൂടി സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലി ഒന്നും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് കാണിച്ചെന്ന് വരാം. അത് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ അതുവരെ സമയം തരാതിരുന്ന വ്യക്തികൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടതുപോലെ നമ്മളെ ഒട്ടും പരിഗണിക്കാതെ മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം അടുപ്പമൊക്കെ നിങ്ങളോട് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇപ്പം ഇത്രയും നാളില്ലാതിരുന്ന ഒരു സ്നേഹം ഇപ്പം ഇവർക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഉണ്ടായി എന്നുള്ളത്. അതായത് കുറച്ചും കൂടി അടുത്ത് ഇടപഴകാനുള്ള ഒരു ശ്രമം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അകന്നു പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു അടുപ്പം കാണിക്കാനുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത്, അതുപോലെ തന്നെ സൺ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും എത്ര എൻഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാം. ഒരുപാടൊരു മാറ്റം ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു അവസ്ഥയിൽ തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാതെ തന്നെ സ്വയമേ തിരിച്ചു വന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് പ്രിയപ്പെട്ടതായിരിക്കും എന്നുള്ളത്. ഇനി അങ്ങനെയല്ല, അവരിപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്കോ കാര്യങ്ങളിലേക്കോ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും
ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിക്കുന്നുള്ളതാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ തന്നെയായിരിക്കാം. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടാവും. അവരായിട്ട് തന്നെ പല രീതിയിൽ ആക്ഷൻ എടുക്കുന്നുണ്ടാവും. മാത്രമല്ല ഈ ഒരു പേഴ്സൻ്റെ ഫുൾ ഫോക്കസ് നിങ്ങളിലേക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാം. എന്ത് കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഒരു കണ്ണ് നിങ്ങളിൽ തന്നെയായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും സമയം തരാണ്ടൊക്കെ മാറി നിന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുൾ നിങ്ങളെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ ഒരു പേഴ്സൻ്റെ വീക്ഷണം മുഴുവൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണോ? ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? നിങ്ങൾക്കിനി വേറെ റിലേഷൻഷിപ്പ് വന്നതുകൊണ്ടാണോ ഇവർ ഉപേക്ഷിച്ച് പോയത്? അങ്ങനെ അവർക്ക് ഒരുപാട് നൂറുകൂട്ടം സംശയങ്ങളുണ്ടാവാം. നിങ്ങളിൽ തന്നെയുള്ളൊരു ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് തരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അത് ചിലപ്പോൾ നിങ്ങളോട് മുൻപിൽ ഡയറക്റ്റായിട്ട് കാണിക്കണമെന്നില്ല. നിങ്ങൾ അറിയാതെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. ഫുള്ളി ഇപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ അവർ ആക്ഷൻ എടുത്തിട്ടും നിങ്ങൾ റെഡി ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരാൻ ഒരുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഇമോഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണാം. കുറച്ചൊരു കാമായിട്ട് ഒരു വെയിറ്റിംഗ് എനർജി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് ഒക്കെ ഇവരിലുണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു ഏർജ് ഒന്ന് കുറഞ്ഞിട്ട് ഒന്ന് ചിലപ്പോൾ ഒന്ന് സൈലൻ്റ് ആവുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഓഫറും നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പാസ്റ്റ് മെമ്മറീസ് കാര്യങ്ങൾ എപ്പോഴും ഈ ഒരു പേഴ്സണെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ നല്ല മെമ്മറീസ് ആയിരിക്കാം, പാസ്റ്റിലുള്ള നല്ല കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം ഈ ഒരു പേഴ്സൺ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ പല എനർജീസും ഇതുവരെ നോക്കിയതിൽ പോലും നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ പിന്നീട് നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഇല്ലയെന്ന് പറയുന്ന ആ ഒരു സമയം മുതൽ അങ്ങോട്ട് കൂടുതൽ ഫോക്കസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നു. ഒരുപാട് നമ്മൾ ഇനിഷ്യലിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം കുറച്ചും കൂടി നിങ്ങൾക്ക് ടൈം തരാനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു എനർജീസൊക്കെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം അവർ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എത്ര മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും അവർ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവർക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെയുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ ഓഫറോ അല്ലെങ്കിൽ കൂടുതലൊരു സ്നേഹമോ തരുമ്പോൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തണമെന്നില്ല. പക്ഷേ എന്തൊക്കെ ചെയ്താലും അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ വളരെ സ്റ്റബേണായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ ഇതിൽ നിന്ന് വേണ്ടാന്ന് വെച്ചാൽ അവരുടെ ഒരു മനസ്സും കൂടിയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞാലും അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു സ്പ്രെഡിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൺ ആൻഡ് മൂൺ എനർജി രണ്ടും നമുക്ക് കയറി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയി പോകും, അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആങ്സൈറ്റി ഫിയറും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് തന്നെ കാണാം. അവർ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ എത്രയൊക്കെ വേണ്ടെന്ന് വെച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കിത് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല. സ്റ്റിൽ അവർ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സ് അത് അംഗീകരിക്കില്ല. ആ ഒരു അല്ലെങ്കിൽ നിങ്ങളെ എത്രത്തോളം ഈ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരെ വേണ്ടാന്ന് വെക്കുന്നൊരു മുഹൂർത്തത്തിലായിരിക്കും. അപ്പം അതും നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു 2 ഓഫ് കപ്സും കൂടിയാണ്. അതായത് ആ ഒരു ഡീപ്പ് സോൾ ലെവൽ കണക്ഷൻ ഇവർക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. എന്തൊക്കെയോ ഒരു ആത്മബന്ധം നിങ്ങളോടുണ്ട് എന്ന് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു മുഹൂർത്തത്തിലായിരിക്കാം. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ എത്രയൊക്കെ ഇപ്പോഴുള്ള ആ ഒരു പ്രസൻറ്റ് മൈൻഡിലേക്ക് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ഏർജ് നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയത് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ മനസ്സിന് ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോൾ കണ്ടതുപോലെ ചില കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോയത് എന്ത് കാര്യത്തിലേക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു വ്യക്തി എത്തരക്കാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അവർക്ക് നല്ല രീതിയിലുള്ളൊരു മാനസിക വിഷമവും ബുദ്ധിമുട്ടും
ഒക്കെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതായിട്ട് തന്നെ കാണാം. അവർക്ക് ഒട്ടും ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഈ ഒരു പേഴ്സണ് കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനൊക്കെ ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു സ്റ്റേറ്റിലൂടെ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സിറ്റുവേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.